ബസ്സിൽ വെച്ചുണ്ടായ ലൈംഗിക അതിക്രമ കേസ് നമുക്കെല്ലാവർക്കും അറിയാം. വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നാലെ ആ വ്യക്തിയുടെ മനം നൊന്തുള്ള ആത്മഹത്യ. അതിന് പിന്നാലെ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറേ വീഡിയോസുകൾ പിന്നീട് ഇറങ്ങാൻ തുടങ്ങി. സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല, സ്ത്രീകളില്ലാത്ത ബസ്സാണ്, ധൈര്യത്തോടെ കയറാമെന്ന് തുടങ്ങിയ വീഡിയോസുകളും ആക്ഷേപങ്ങളും പോസ്റ്റുകളെല്ലാം. പക്ഷേ ഇതുകൊണ്ടൊക്കെയുള്ള ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മുതലെടുത്ത് വീണ്ടും ഈ പരിപാടി നല്ല ഉഷാറോടെ ചെയ്യുന്ന ഞരമ്പന്മാർ കൂടിയിട്ടുണ്ട്. അവർക്കൊരു പ്രോത്സാഹനം ചെയ്തതുപോലെ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് സ്ത്രീകളാരും പ്രതികരിക്കില്ലല്ലോ എന്നൊരു ധൈര്യം അവർക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ബസ്സിൽ വരുന്ന സമയത്ത് ഒരു വ്യക്തി കൈകൊണ്ടിങ്ങനെ ശരീരത്തിൽ തടവാൻ തുടങ്ങി. അവർ അത് പ്രശ്നത്തിലേക്കൊന്നും നിന്നില്ല, കാരണം അവർ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് ചെയ്തത്. കാരണം സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യം ഇവിടെ കുറയുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഞരമ്പന്മാർ ഈ അവസരം മുതലെടുക്കുന്നുവെന്നാണ്. അതുകൊണ്ട് സഹോദരിമാരൊരിക്കലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായാൽ മിണ്ടാതിരിക്കരുത്. ബസ്സിലാണെങ്കിൽ കണ്ടക്ടറോട് ഇപ്പോൾ തന്നെ ബോധിപ്പിക്കണം. അങ്ങനെ അപ്പോൾ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ ഇത് ഞരമ്പന്മാർക്ക് ഒരു അവസരമാക്കി നാം കൊടുക്കരുത്. ഒരു സ്ത്രീ ചെയ്ത തെറ്റിന് എല്ലാവരെയും കരിവാരി തേക്കരുത് എന്നാണ് ഉള്ള വീഡിയോസും പോസ്റ്റും ഉണ്ടാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാനീ പറയുന്നതിനെ എതിർക്കാൻ വരുന്ന ആളുകളുണ്ടായേക്കാം. അവർക്കൊക്കെ ഞാനീ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാവണമെങ്കിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട സഹോദരിമാർക്ക് ഇതുപോലെ അനുഭവം ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു കാരണത്താൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ നിന്നു പോകുന്നൊരവസ്ഥ വരും. ആ സമയത്താണ് ഇതിനെ എതിർക്കുന്നവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുക. അവൾ ചെയ്ത തെറ്റിനുള്ളത് അവൾക്ക് ലഭിച്ചു, എന്നാൽ മറ്റ് സഹോദരിമാർക്ക് ഇത് നേരിടുമ്പോൾ അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇനി മിണ്ടാൻ പാടില്ല എന്ന നിലക്ക് അവരുടെ വായ പൂട്ടുകയല്ല വേണ്ടത്.